സെൻസസ് 2 ഘട്ടമായി നടത്താൻ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. 2027 മാർച്ച് 1 അടിസ്ഥാനമാക്കിയാണ് വിവരശേഖരണം നടത്തുക. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കശ്മീരിൽ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന സ്ഥലങ്ങൾ, ലഡാക്ക് എന്നിവിടങ്ങളിൽ 2026 ഒക്ടോബർ 1 അടിസ്ഥാനമാക്കിയാകും വിവരശേഖരണം നടത്തുക. സെൻസസിന്റെ ഭാഗമായി ജാതി തിരിച്ചുള്ള കണക്കെടുപ്പും നടത്തും. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, നിർണായകമായ ഒരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് മറ്റ് വിവരങ്ങൾ? വിഷ്ണു, സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ആദ്യമായാണ് ജാതി സെൻസസ് നടക്കുന്നത്. ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മഞ്ഞുവീഴ്ചയുള്ള മലനിരകളിൽ അതേപോലുള്ള മറ്റു പ്രദേശങ്ങളിലുമായിരിക്കും ആദ്യഘട്ടമായി സെൻസസ് നടക്കുക. 2026 ഒക്ടോബർ 1 മുതൽ 2 ഘട്ടങ്ങളിലായി ഈ ശതാബ്ദ സെൻസസിനൊപ്പമായിരിക്കും ജാതി സെൻസസ് കൂടി നടക്കുക. അതായത് 10 വർഷം കൂടി ഇരിക്കുമ്പോൾ നടക്കുന്ന സെൻസസിനൊപ്പമായിരിക്കും ജാതി സെൻസസ് കൂടി നടക്കുക. ഫെബ്രുവരി 28-ന് അർദ്ധരാത്രി 12 മണി കഴിയുന്നതോടെ സെൻസസ് പ്രക്രിയയ്ക്ക് തുടക്കമാകും. 2028 വരെ പ്രക്രിയ നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇതിനുള്ള വിജ്ഞാപനം 1948-ലെ സെൻസസ് നിയമത്തിന്റെ ചുവട് പിടിച്ച് ജൂൺ 16-ന് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അവസാന സെൻസസ് നടന്നത് 2011-ലാണ്. ഇത് പ്രകാരം 121 കോടി ജനങ്ങളാണ് ഭാരതത്തിലുള്ളത്. 2021-ൽ നടക്കേണ്ട സെൻസസ് കൊറോണ കാരണം മാറ്റിവെച്ചിരുന്നു. 6 വർഷത്തിന് ശേഷമാണ് സെൻസസ് നടക്കുന്നത്. 6 വർഷം വൈകി സെൻസസ് നടക്കുമ്പോൾ ജനസംഖ്യ ഏതാണ്ട് 145 കോടി കവിയുമെന്നുള്ളതാണ് ഈ പ്രാഥമികമായി ലഭ്യമാകുന്ന സൂചനകൾ. മണ്ഡല പുനർനിർണയവും ഒപ്പം തന്നെ വനിതാ സംവരണവും പുതിയ സെൻസസിന് ശേഷം നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അതേപോലെ തന്നെ മറ്റ് താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങളുടെയും അവരുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നതാണ് ജാതി സെൻസസ് എന്നായിരുന്നു പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല, ചരിത്രപരമായ തീരുമാനമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു. അങ്ങനെ ചരിത്രപരമായ തീരുമാനത്തിലേക്ക് ഭാരതം കടക്കുകയാണ്. അതിനുള്ള ഔദ്യോഗികമായ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ജാതി സെൻസസ് 2026 ഒക്ടോബർ 1 മുതൽ 2 ഘട്ടങ്ങളായി ഈ 10 വർഷം കൂടിയിരിക്കുമ്പോൾ നടക്കുന്ന ശതാബ്ദ സെൻസസിനൊപ്പം നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.